വർക്ക് ആവുമെന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഷേവ് ചെയ്യാനായിട്ട് പേടിയാണ്, നല്ല ടൈറ്റ് ആയിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഹോം റെമഡിയാണ്. ഇത് ഹോം റെമഡി ആവുമെന്ന് വിചാരിച്ചിട്ട് വർക്ക് ആവുമെന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കൂ. എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ 100% ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്നും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പ്രോപ്പറായിട്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ ത്രൂ ഔട്ട് പറയുന്നുണ്ട്. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വാക്സിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഫേഷ്യൽ ഹെയർസ് പോകും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും നല്ല രീതിയിൽ വളർന്നു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ റേസേഴ്സ് യൂസ് ചെയ്തിട്ട് മുഖം ഷേവ് ചെയ്യുമ്പോഴും നാളെ ഫേസ് ഷേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര തിക്കായിട്ടായിരിക്കും ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത്. സോ നമുക്ക് അങ്ങനെ തിക്കായിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ താല്പര്യമില്ല, അതെപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഷേവ് ചെയ്യാനായിട്ട് പേടിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹോം റെമഡി നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ആവും. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കടലമാവാണ്. നമുക്കൊരു ഉപ്തൻ പാക്ക് പ്രിപ്പയർ ചെയ്യണം. വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. കടലപ്പൊടി എടുക്കുക, അതോടൊപ്പം നമുക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് മഞ്ഞളാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂൺ കടലപ്പൊടിയും 1/2 സ്പൂൺ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയുമാണ് എടുക്കുന്നത്. ഒരു ഹോം റെമഡിക്ക് മഞ്ഞൾ മസ്റ്റാണ്, മഞ്ഞളും കടലമാവും മസ്റ്റാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ എടുക്കേണ്ടി വരും. സോ ഈ ഒരു 2 ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് മെയിനായിട്ടും. സോ ഇത് രണ്ടും നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുക. ഇതിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. 1 സ്പൂൺ പാലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് വെച്ച് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്യുക. ദെൻ നമുക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല തിക്കായിട്ടുള്ള തൈര് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഹോം റെമഡിക്ക് നമുക്ക് നല്ല ലൂസായിട്ട് തൈരിൻ്റെ കൂടെ കിടക്കുന്ന നമ്മുടെ ലൂസായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, മോര് പോലെ, അത് നമ്മൾ എടുക്കരുത്. കട്ടിയായിട്ടുള്ള തൈര് മാത്രം എടുക്കുക. അത് നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇങ്ങനെ തിക്കായിട്ട് വേണം ഇത് കിട്ടാനായിട്ട്. കുറച്ച് തിക്കായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഇത് അപ്ലൈ ചെയ്യാനും അതിൻ്റെ ബെനിഫിറ്റ് കറക്റ്റായിട്ട് എടുക്കാനും പറ്റുള്ളൂ. സോ നല്ല തിക്കായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഫേസ് നല്ലോണം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് മുടിയൊക്കെ നല്ല രീതിയിൽ ഒതുക്കി കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡൾ സ്കിൻ ഉണ്ടെങ്കിലും സൺ ടാൻ ഉണ്ടെങ്കിലും അത് റിമൂവ് ചെയ്യാനായിട്ടും ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ ഇപ്പം ഞാൻ ഹെയർ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ പുരികത്തിൻ്റെ ഭാഗത്തും ഇവിടെയൊക്കെ കുറച്ച് മുടി ഉണ്ടാവുമല്ലോ, ഈ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. കാര്യം നമ്മളിത് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിൽ ഇവിടെത്തെ മുടിയൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അത് എവിടെയാണോ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യേണ്ടത് അത് നമുക്ക് അവിടെ മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഭാഗത്തായിരിക്കും എല്ലാവർക്കും കൂടുതലായിട്ടും ഹെയർ ഗ്രോത്ത് ഉള്ളതും അവിടെ നമുക്ക് റിമൂവ് ചെയ്യണം എന്നുള്ളതും. സോ ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. കോമഡി ആയിട്ടുണ്ട്, എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടൈറ്റായിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. നല്ല ടൈറ്റായിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതൊന്ന് ഡ്രൈ ആയാലേ നമുക്കങ്ങനെ ടൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം നമ്മൾ വാക്സിൻ ചെയ്യുന്നില്ല, ഷേവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് മുഴുവനും ക്ലീൻ ആയിട്ട് അങ്ങനെ ഉണ്ടാവത്തില്ല. ഇത് ആക്ച്വലി നമ്മൾ കുറേ ദിവസം ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് ഗ്രാജുവലി ഉണ്ടാകുന്നത്. ആഴ്ചയിൽ 1 തവണ വെച്ച് ട്രൈ ചെയ്താൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇപ്പം തന്നെ ഇവിടെയുള്ള സ്കിന്നൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ട് ഒരു സെമി ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നല്ല രീതിയിലൊന്ന് മസാജ് കൊടുക്കുമ്പോൾ അപ്പം തന്നെ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനർത്ഥം മുഴുവൻ ഹെയറും അപ്പം തന്നെ ഇളകി പോകും എന്നല്ല, പക്ഷെ മാക്സിമം ഹെയർസ് ഒക്കെ ആ സമയത്തിന് റിമൂവ് ആക്കും. മഞ്ഞൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓവർ എ പീരീഡ് ഓഫ് ടൈം നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാനും ഇപ്പോൾ ഉള്ള ഹെയർ റിമൂവ് ആയി പോകാനും ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.